Good morning, sir. Yes, Good good morning, morning, sir. Mehna. Good morning, Good morning, Grishma. sir. Morning, good morning. Sir. Yes, good morning. Good morning, sir. Okay, good morning. Okay, Adarsha, good morning. Morning, sir. Good morning, sir. Okay, Surendra. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Let us start. We can start, Sir. sir. Yes, sir. Okay, Yes, okay. sir. Prayer. Okay, sir. ഇനി അന്നത്തേതുപോലെ Prayer and ഇന്നാരാണ്? പ്രയർ ഞാനാണ് അമൃത അനീഷ്. ആ ഓക്കെ സ്റ്റാർട്ട്. വിശാലവർക്കം 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 സൺഡേ ഓ ഡീപ് ഇൻ മൈ ഹെഡ് ഐ ഡു വിൽ ബി വിശാലവർക്കം സംഡേ വിശാലവർക്കം 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 സംഡേ. ഓക്കെ, താങ്ക് യു സർ. Okay, okay. We shall overcome one day everything. Okay, Amrita. Yes, നീ അടുത്തത്. Good morning, sir. Good morning. Sign in ആണ്. Good morning, sir. Good morning, friends. I am Adarsha from Ernakulam district in Kodamangalam. Today, class conducted by Job, sir. Welcome, sir. Today, I am presented signing. I am telling a small story. Yes. The foolish goat. Once a fox was wandering in the forest. He fell into a deep well. He could not come out of the well. Just then a goat was passing by. He made a trick to escape from the well. He called the goat to jump into the well to drink the sweet water. The foolish goat believed the fox and jumped into the well. At once the fox stepped on the back of the goat and jumped out of the well. He laughed at the goat and ran into the forest. The foolish goat was left there to die. Thank you, sir. Okay, welcome. And think good twice Hello, before sir. you speak. Okay. Thought of the day. Ah, Education is a lifelong journey. There is no end to education. yes. Okay, let us start. Okay, sir. Okay, very good starting. Okay, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബേസിക് ആയിട്ടുള്ള പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ടു, ഇൻ, ഔട്ട്, എബവ്, അണ്ടർ ഒക്കെ നമ്മൾ പറഞ്ഞു വന്നു. ഇനി അടുത്തത് നമുക്ക് തുടങ്ങാനുള്ളത് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, ഫോർ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം, വേണ്ടി. ഐ ലിവ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഐ സഫർ ഫോർ യു, നിനക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നു. അപ്പൊ ആ വേണ്ടി എന്നർത്ഥം വരുന്ന സ്ഥലത്ത് നമുക്ക് ഫോർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാനും പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനും. പക്ഷെ ഇവിടെ നമ്മുടെ ഫോർ എന്ന് പറയുന്നത് വിച്ച് ഷോസ് എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഫോർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം വരുന്ന ആരാണ്? ആ ഓക്കെ പറഞ്ഞു. ഷിജി വന്നു. ഷിജി അല്ലേ? ഓക്കെ വന്നോ? ഹലോ, എസ് ആർ എന്ന് പറഞ്ഞത്? Yes, sir. Amrita. അമൃത. ഓക്കെ. അമൃത, ആ ഫോറിന്റെ അടിയിൽ എഴുതിയേക്കണ വായിച്ച്.
For used to show the lapse of time during which an action take place or a state of affairs persist. എന്തെങ്കിലും ഒരു അവസ്ഥ പോലെ ഒരു സിറ്റുവേഷൻ അത് കണ്ടിന്യൂ ചെയ്യുന്ന പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കൺഫ്യൂഷൻ വരും. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ അപ്പൊ പറയാം. അല്ല അടിയിൽ എക്സാമ്പിൾ ഒന്ന് വായിച്ച്. We have been living in this house for 6 years. അല്ല, ഞങ്ങൾ ഈ വീട്ടില് കഴിഞ്ഞ 6 വർഷമായിട്ട് ജീവിക്കുകയാണ്, ഇപ്പോഴും ജീവിക്കുകയാണ്, നാളെയും ഇവിടെ തന്നെ. യെസ്, അപ്പൊ നോക്കിയേ, ഫോർ ദ ലാസ്റ്റ് 6 years അതൊരു പീരീഡ് ഓഫ് ടൈം അല്ലേ? തുടക്കവുമുണ്ട് അവസാനവുമുണ്ട്. പീരീഡ് ഓഫ് ടൈം. അപ്പൊ അങ്ങനെയുള്ള പീരീഡ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോ 2025 അപ്പൊ ഒരു 2001 മുതലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് എന്ന് ആണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ അവിടെ ഫോർ വരില്ല. കാരണം 2001 മുതൽ എത്ര വരെ വന്നിട്ടില്ല. അവിടം വരെ വരുമ്പോഴാണ് പീരീഡ് ഓഫ് ടൈം ആവുള്ളൂ. മറ്റത് കാണിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പോ പീരീഡ് ഓഫ് ടൈമും പോയിന്റ് ഓഫ് ടൈമും തമ്മിൽ മാറിപ്പോകും. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഒരു തുടക്കവും ഒരു അവസാനവും, എത്ര സമയം മൊത്തം, അങ്ങനെ കാണിക്കുമ്പോഴാണ് ഫോർ എന്ന് പറയുന്ന പൊസിഷൻ വരാം. ഓക്കെ, ഇനി അതിന്റെ അടിയിൽ എഴുതിയേക്കൊന്നുകൂടി വായിച്ച്. It rained continuously for 3 hours last day. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ സ്ഥിരമായിട്ട് മഴ പെയ്തു. 3 മണിക്കൂർ അത് പീരീഡ് അല്ലേ? 3 മണി മുതൽ മഴ പെയ്തു എന്നാണെങ്കിൽ ഫോർ വരില്ല. നേരെ മറിച്ച് 3 മണിക്കൂർ മഴ പെയ്തു, സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഫോർ ഈസ് യൂസ്ഡ് ടു ഷോ എ പീരീഡ് ഓഫ് ടൈം. സമയത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷോ എന്ന് ഫോർ എന്ന് പറയുന്ന വേർഡ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അടുത്താണ് മേഘന. മേഘന പറയൂ. അടുത്ത വായിക്കും, സിൻസ് വായിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ. പറഞ്ഞോളൂ റീജ. ഓക്കെ സാർ, ഇതില് നമ്മളിപ്പോ ടൈം പീരീഡ് പറയുമ്പോ ഫോർ പറയുന്നു പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഇപ്പം ജസ്റ്റ് പറയാ ദി പ്രസൻസ് ഫുൾ ഓഫ് ഫോർ യു എന്നൊക്കെ പറയില്ലേ? അപ്പോ അതില് ടൈം പീരീഡ് ഒന്നും വരുന്നില്ല സാർ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫോർ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം വേണ്ടി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. വേണ്ടിയും പിന്നെ ടൈം പീരീഡും രണ്ടും ഉപയോഗിക്കും. ബിക്കോസ് അർത്ഥം വരും ചില സന്ദർഭങ്ങളിൽ. ബിക്കോസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. Don't follow me. Don't follow me. For I am busy. അപ്പൊ ആ ഫോറിന്റെ അവിടെ അർത്ഥം ബിക്കോസ് ആണ്. ഡോണ്ട് എന്റെ പുറകിൽ വരണ്ട. ഫോർ ബിക്കോസ് ഐ ആം ബിസി. ആ സിറ്റുവേഷൻ അനുസരിച്ച് ചില വാക്കുകൾക്ക് അർത്ഥത്തിൽ വ്യത്യാസം വരും. ഇപ്പൊ ഫോർ എന്ന് പറയുന്ന വേർഡ് ബിക്കോസ് എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്, വേണ്ടി എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്, സമയത്തെ സൂചിപ്പിക്കുമ്പോൾ അവിടെ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു വേർഡിന്റെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഇല്ലാതെ വരും. കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. യെസ്, ഇനി അടുത്തത് മേഘന വായിച്ചോളൂ. Okay, sir. Since used in the perfect tense to show the exact point of or period of time in the past when something started. നേരത്തെ പറഞ്ഞ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു, അവിടെയാണ് ഫോർ വരുന്നത്. ഇവിടെ പറയുന്നത് എ പോയിന്റ് ഓഫ് ടൈം. എ പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിൻസ് ആണ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ എന്ന് പറയുന്ന അർത്ഥമാണ്. മുതൽ. ആ മുതൽ എന്ന് പറയുമ്പോൾ പലിശ മുതൽ എന്ന് പറയുന്ന മുതലല്ല, ഒരു സമയം പറയുന്നു, അന്ന് മുതൽ. സിൻസ് എസ്റ്റർഡേ, ഇന്നലെ മുതൽ. അല്ലെങ്കിൽ സിൻസ് 1970 മുതൽ. അങ്ങനെ പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ എപ്പോഴും ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അല്ല, മറിച്ച് സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് 1-2 ഇത് സാധാരണഗതിയിൽ വരുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. അതായത് ഹാസോ, ഹാവോ, ഹാഡോ ഉപയോഗിക്കുന്ന ടെൻസുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. ആ പെർഫെക്റ്റ് ടെൻസുകളിലാണ് സാധാരണഗതിയിൽ സിൻസ് എന്ന് പറയുന്ന വേർഡ് വരുന്നത്. ഓക്കെ,
ഒന്ന് വായിച്ചേ. Okay, sir. I have been studying French since last January. അതിനർത്ഥം ഒന്ന് പറയാമോ മേഘന? ഞാൻ കഴിഞ്ഞ ജനുവരി തൊട്ട് തന്നെ ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങി. I have been studying French since last January. അല്ല, പോയിന്റ് ഓഫ് ടൈം പറയണം. കഴിഞ്ഞ ജനുവരി, അന്ന് മുതൽ എന്ന് വരെ അതില്ല, എന്ന് വരെ എന്നുള്ളതില്ല, തുടങ്ങിയ സമയം അത് പോയിന്റ് ഓഫ് ടൈം പറയണം. അപ്പൊ അവിടെ ഫോർ പറഞ്ഞാൽ തെറ്റാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫ്രഞ്ച് ഫോർ ലാസ്റ്റ് ജാനുവരി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നേരെ മറിച്ച് ഒരു പോയിന്റ് ഓഫ് ടൈം, നേരെ മറിച്ച് അവിടെ ഫോർ വെക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് ജാനുവരി എന്നുള്ളത് മേഖല എങ്ങനെ മാറ്റേണ്ടി വരും? മേഖല പോയാ എന്തോ അത് നമ്മളവിടെ സിൻസ് മാറ്റിയിട്ട് ഫോർ വെക്കാന്ന് വിചാരിക്കും. അപ്പൊ ലാസ്റ്റ് ജാനുവരിക്ക് പകരം അവിടെ എന്ത് വെക്കേണ്ടി വരും? I have been studying French for last January. ചോദ്യം പിടിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതായത് ഡേ വെച്ചാൽ മതിയോ സർ? അങ്ങനെ മതിയോ? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫ്രഞ്ച് സിൻസ് ലാസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ആയിട്ട് വരുമോ? സിൻസ് അപ്പോഴും പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ വർഷം കാണിക്കണം അവിടെ 2008 അങ്ങനെയാ? ഫോർ 1 year. ഓക്കെ. ഞാൻ അത് ചിന്തിച്ച് പറയുന്നത്, ഞാൻ ആ സിൻസ് നമ്മൾ മാറ്റിയിട്ട് അവിടെ ഫോർ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജാനുവരി മാറ്റിയിട്ട് പകരം അവിടെ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കും. സ്റ്റഡിയിങ് ഫ്രഞ്ച് ഫോർ 2 years, അല്ലെങ്കിൽ ഫോർ 3 years, ഫോർ 1 year. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ വായിച്ചു. I have not seen Sahara since she left college. I have not seen Sarah since she left college. അവൾ കോളേജ് വിട്ടത് മുതൽ ഞാൻ ആരെയെ കണ്ടിട്ടില്ല? സാറയെ കണ്ടിട്ടില്ല. സാറ എന്നാണോ കോളേജ് വിട്ടത് അന്ന്, അതിന് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിച്ചിട്ടുണ്ട്, കോളേജ് അടച്ച അന്ന്. അപ്പൊ ആ പോയിന്റ് മുതൽ ഞാൻ ആരെ കണ്ടിട്ടില്ല? സാറയെ കണ്ടിട്ടില്ല. അല്ല, ഐ ഹാവ് നോട്ട് സീൻ സാറ, ഞാൻ സാറയെ കണ്ടിട്ടില്ല. എന്ന് മുതൽ? സിൻസ് മുതൽ. ഷീ ലെഫ്റ്റ് കോളേജ്, അവൾ കോളേജിൽ നിന്ന് വിട്ടുപോയ അന്ന് മുതൽ ഞാൻ സാറയെ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത് മറക്കാതിരിക്കുക. സിൻസും ഫോറും ടൈമിനെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോറ് പീരീഡ് ഓഫ് ടൈമിനെയും സിൻസ് എന്തിനേയുമാണ്? പോയിന്റ് ഓഫ് ടൈമിനെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. വൺ ഈസ് പീരീഡ് ഓഫ് ടൈം, നെക്സ്റ്റ് വൺ ഈസ് പീരീഡ് ഓഫ് ടൈം. ഇപ്പോ മേഘന ചോദ്യം ചോദിക്കുന്നത്, ഓക്കെ, ഐ ഹാവ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. ഐ ഹാവ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അടിയിൽ സിൻസ് ഉണ്ട്, ഫോറുണ്ട്. എന്ത് വെച്ച് ഫിൽ ചെയ്യും? I have been. Sir, once more, can you repeat the question, sir? Okay. I have been under the water for half an hour. Dash half an hour. Since half an hour. Since half an hour. ഈ മേഖല പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? For half an hour. For half an hour. ഇനി ആരാണ്? അഞ്ചു എന്താ പറയണേ? അപ്പൊ നോക്കിയേ മേഖല, അരമണിക്കൂറായി ഞാൻ വെള്ളത്തിന്റെ അടിയിൽ. പിന്നീട് അല്ലേ? അരമണിക്കൂറായി ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല, അരമണിക്കൂറായി ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്. അപ്പോ അത് പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 5 മിനിറ്റ് ആവോ, 10 മിനിറ്റ് ആവോ, 1 മണിക്കൂറാവോ, 1 വർഷമോ, 2 വർഷമോ, 3 വർഷമോ ആവാം. ഒരു പീരീഡ് ഓഫ് ടൈമാണ്. അരമണിക്കൂറായി ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്. അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. യെസ്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ആ പീരീഡ് ഓഫ് ടൈമാണ് അവിടെ. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്തൊരാള്. ഓക്കെ. അടുത്തൊരാൾ വായിച്ചു. Between used to show a period separating 2 times. രണ്ട് സമയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന, അതിന്റെ ഇടയിൽ ചേർക്കുന്ന ഒരു വേർഡാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? നടുവിൽ, മധ്യത്തിൽ, ഇടയിൽ ഇതൊക്കെയാണ്. ഓക്കെ, വായിച്ചു. Taligata will be performed between 9 a.m. and 10 a.m. ശരിയാണ്. Taligata will be performed between 9 a.m. and 10 a.m.
താലികെട്ട് നടക്കുന്നത് 9 AM -നും 10 AM -നും ഇടയിലാണ്. ഇടയിലാണ് അല്ലെങ്കിൽ ഇടയ്ക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനപ്പേ അതിനകത്ത് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. അതായത് ആ 9 AM ആൻഡ് 10 AM എന്നുണ്ടല്ലോ, അവിടെ നമ്മള് ആ ആൻഡിന് പകരം അവിടെ 2 വെക്കാന്ന് വിചാരിക്കും. 9 AM to 10 AM എന്നാണ് വിചാരിക്കും. അപ്പൊ ശരിയാവൂ? സാർ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ സാറേ ഒന്നുകൂടെ പറയാൻ ക്ലിയർ ആയില്ല. The താലികെട്ട് will be performed between 9 AM to 10 AM എന്ന് കഴിഞ്ഞാൽ ശരിയാവും? ഞാനൊരു സംശയം ചോദിച്ചാലോ. ടൈം എഴുതുന്നത് അങ്ങനെയല്ല സാറേ, 9 to എന്നല്ല എഴുതുന്നേ. ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോദിച്ചാൽ തെറ്റാണ്. തെറ്റാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. തെറ്റാണ് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരം അത് ശരിയാണ്, കറക്റ്റ് ആണ്. 2 വരുന്നത് കേട്ടോ, അത് ഒരിക്കലും എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഓക്കെ, പക്ഷെ 2 വരും. അത് വേറൊരു രീതിയിൽ പറയുമ്പോഴാണ് ഞാൻ പറയാത്. ഓക്കെ, ഇവിടെ 9 മണി മുതൽ 2 ഒക്കെ ആണെങ്കിൽ 9 മണി മുതൽ 10 മണി വരെയാണ് താലി കിട്ടുന്നതാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. 9-നും 10-നും ഇടയിൽ നിന്നല്ലേ വേണ്ടേ? അപ്പൊ അവിടെ ഒരിക്കലും ബിറ്റ്വീൻ വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് വരില്ല? 2 വരില്ല, ആൻഡ് തന്നെ വരും. വേറെ മറിച്ച് നമുക്ക് വേറെ രീതിയിൽ പറയാം. ഐ വിൽ ബി ദയർ ഫ്രം 9 AM to 10 AM. ഞാൻ 9 മണി മുതൽ 10 മണി വരെ അവിടെ ഉണ്ടാകും. അങ്ങനെ പറയാം. ഐ വിൽ ബി ദയർ ഫ്രം 9 AM to 10 AM. 9 മണി മുതൽ 10 മണി വരെ ഞാൻ അവിടെ ഉണ്ടാകും. അങ്ങനെ പറയുമ്പോൾ ബിറ്റ്വീൻ ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സമയം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത സമയത്തിന്റെ ഇടയ്ക്ക് 2 ചേർക്കരുത്, ആൻഡ് തന്നെ ചേർക്കണം. ഓക്കെ, അതാണ് എന്റെ അടിയിൽ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിറ്റ്വീൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ആൻഡ്. ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ എപ്പോഴും ആൻഡ് വന്നിരിക്കണം. നെവർ യൂസ് ടു. ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്? ടു ഉപയോഗിക്കരുത്. It is wrong to say you can meet me between 4 AM to 6 PM. It is wrong. തെറ്റാണ് ഇങ്ങനെ പറയുന്നത്. എങ്ങനെ? ബിറ്റ്വീൻ 4 AM to 6 PM നിനക്ക് എന്നെ കാണാൻ പറ്റും. 4 മണി മുതൽ 5 മണി വരെ 6 മണി വരെ മധ്യം കാണാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. ബിറ്റ്വീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും എന്ത് വന്നിരിക്കണം? അവിടെ ആൻഡ് വന്നിരിക്കണം. അത് മറക്കാതിരിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് 4 എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു, സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വെർബുകള്, ചില വാക്കുകൾ, അതിന്റെ കൂടെ വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രിപ്പോസിഷൻ ആ വേർഡിന്റെ കൂടെ മാത്രം ആ വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് പേജിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇട്ടാൽ മതി. ഇതിനകത്ത് പേജ് നമ്പർ ഇല്ലാത്തതിനെ കുറിച്ച്. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. അത് കോമൺ ആയിട്ട് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ജൂനിയർ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാല് അതിന്റെ കൂടെ എപ്പോഴും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. ജൂനിയർ ടു. ഞാൻ എന്ന് ഉപയോഗിക്കേണ്ട സ്ഥലത്തും എന്താ ഉപയോഗിക്കുള്ളൂ? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വേർഡ് വരുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അപ്പൊ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് ടു ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നിയമമുണ്ട്. യെസ്, അങ്ങനെ ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻസ് മാത്രമേ പറയൂ. നമ്മളിപ്പോ നേരത്തെ ഫോർ, ഇന്ന്, ബിറ്റ്വീൻ, അറ്റ് ഇതൊക്കെ നമ്മൾ നോക്കി. ഇതൊക്കെ നമ്മൾ നോക്കിയത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് കൂടാതെ ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരാവൂ എന്ന് പറയുന്ന നിയമമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു വ്യക്തിയോടാണ് നമ്മൾ സമ്മതിക്കുന്നതെങ്കിൽ വിത്ത്
എഗ്രി കഴിഞ്ഞ വിത്ത് എന്നും, അയാൾ പറഞ്ഞൊരു ഐഡിയോടാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് കഴിഞ്ഞാൽ വിത്തിന് പകരം ടു എന്ന് ഉപയോഗിക്കണം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുപോലെ കുറച്ച് വാക്കുകൾ നമ്മളോട് പരിചയപ്പെടുകയാണ്. ആ വാക്കുകൾ എന്തൊക്കെയാന്ന് നോക്കാം. യെസ്, അടുത്തൊരാൾ വരൂ. സർ ഞാൻ വായിക്കാം. ഓക്കെ, നോക്കിയേ. ഹിയർ ഈസ് എ ലിസ്റ്റ്. ഉണ്ട്, ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ടു ആഫ്റ്റർ ദം. താഴെ കൊടുത്തേക്ക് കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കാവൂ, മറ്റ് പ്രിപ്പോസിഷൻ വരികയില്ല എന്നാണ് പറയണ്ട. എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ടു ആഫ്റ്റർ ദം. ആ വാക്കുകൾ കഴിഞ്ഞാൽ പൊതുവെ അല്ലെങ്കിൽ ഏതാണ്ട് മുഴുവനായിട്ട് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇനി ആ ടേബിളിൽ എഴുതിയേക്കുന്ന താഴേക്ക് വായിച്ചു. ആക്സസ്. ആക്സസ് എന്നിട്ട് പിന്നെ ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അത് ടു ചേർത്തും കൂടി വായിക്കും. ആക്സസ് ടു ഉണ്ടോ? ആക്സസ് ടു. ആക്സസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉൾക്കൊള്ളുക, ആക്സസ് ചെയ്യാൻ പറ്റുന്ന പരിധിക്ക് പുറത്താന്നൊക്കെ പറയല്ലേ ആക്സസ്. അടുത്തത് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ് എന്ന് പറയാറില്ലേ, അതിന്റെ നൗൺ ആണ് അഡിക്ഷൻ. അഡിക്ഷൻ ടു ചേർത്ത് പറ. അഡിക്ഷൻ ടു. അഡിക്ഷൻ ടു കണ്ട. ഹി ഈസ് അഡിക്റ്റഡ് ടു ഡ്രഗ്. ഹി ഈസ് അഡിക്റ്റഡ് ടു ഹിസ് വൈഫ്. അവന്റെ ഭാര്യനെ അഡിക്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളി. യെസ്, അങ്ങനെ പറയാറില്ലേ. യെസ്, അപ്പൊ അഡിക്ഷൻ കഴിഞ്ഞാൽ ടു വരും. അടുത്തത് അഡറൻസ്. അഡറൻസ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, ഡിപ്പെൻഡൻസ്, ആശ്രയിക്കുക. അഡറൻസ് ടു. അഡറൻസ് ടു. അലീജിയൻസ് ടു. അലീജിയൻസ് ടു. ഇത് അലീജിയൻസ് എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല. വിധേയത്വം, കീഴടങ്ങുക. ഓക്കെ, വിധേയത്വം. വിധേയത്വം. പിന്നെ അടുത്തത് അലർജി. അലർജി ടു. അലർജി ടു. അതിന് പറയില്ല ഐ ഹാവ് അലർജി ടു മെഡിസിൻ. ഐ ഹാവ് അലർജി ഓഫ് മെഡിസിൻ അല്ല, അലർജി കഴിഞ്ഞാൽ ടു വരെ ഉള്ളൂ. ഐ ഹാവ് അലർജി ടു പെനിസിലിൻ ഇഞ്ചക്ഷൻ. അലർജി കഴിഞ്ഞാൽ ടു. യെസ്, അടുത്തത് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് ടു. എന്താ ഓൾട്ടർനേറ്റീവ് എന്ന് ചേർത്ത്? ഓക്കെ, ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം, അങ്ങനെ 1 by 1 ആയിട്ട് വരുന്നതിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയും. ഓക്കെ 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 ഓക്കെ. അടുത്തൊരാൾ അടുത്ത് വായിച്ചു. അടുത്ത ആറെണ്ണം വായിച്ചു. Yes sir, I am ready. ആറിന്റെ വായിച്ചു. Aversion. അവേർഷൻ. വെറുപ്പ്. വെറുപ്പ്, അതെ, താല്പര്യമില്ലായ്മ, വെറുപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Attachment. അത് പറയുന്ന അറ്റാച്ച്മെന്റ് നമുക്കറിയാവുന്ന വളരെയധികം കാര്യങ്ങൾ നമുക്കറിയാവുന്ന വാക്കുകൾ. അറ്റാച്ച്മെന്റ്, വളരെ അറ്റാച്ച്മെന്റ് ആണ് അവനോട് അല്ലെങ്കിൽ അവളോട് പറയാറില്ല. അറ്റാച്ച്മെന്റ് ടു ചേർത്ത് പറഞ്ഞു. Attachment to. അറ്റാച്ച്മെന്റ് ടു. Contribution. വാട്ട് ഈസ് മീൻ ബൈ കോൺട്രിബ്യൂഷൻ? സംഭാവന ചെയ്യുക. സംഭാവന. ഓക്കെ 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 ഓക്കെ. കോൺട്രിബ്യൂഷൻ, സംഭാവന ചെയ്യുക. കോൺട്രിബ്യൂഷൻ. അടുത്തത് Damage. ഡാമേജ്. Damage to. നശിക്കുക. ഡാമേജ് ടു ഒരു സെന്റൻസ് പറഞ്ഞു. The bag was damaged. ഡാമേജ് ടു വേണം. Damage to ചേർത്തിട്ടോ. Damage to my സ്കൂട്ടി, my bike. There happened a damage to my bike. Okay okay okay. അടുത്തത് Devotion. എന്താ ഡിവോഷൻ എന്ന് പറഞ്ഞാല്? ഡിവോഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഡിവോഷൻ സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിഗാനങ്ങൾ അങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഡിവോഷൻ, ആരാധന, ആദരവ്. ഓക്കെ ഓക്കെ. അടുത്ത ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിസ്ലോയൽറ്റി ആണ് കേട്ടോ. ലോയൽറ്റി. ഡിസ്ലോയൽറ്റി. അതിന്റെ മീനിങ് എന്താ സാർ? ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ്. ലോയൽറ്റി മീൻസ് വിശ്വസ്തത. വിശ്വസ്തത, അവിശ്വസ്തത. അപ്പൊ അവിശ്വസ്തത കേട്ടോ. ഓക്കെ ഓക്കെ. ഡിസ്ലോയൽറ്റി ടു. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തൊരാൾ. ഞാൻ വായിക്കാം സാർ. ഓക്കെ, അപർണ വായിച്ചോളൂ. പ്രിഫൈസ്. പ്രിഫൈസ്. പ്രിഫൈസ് പറഞ്ഞാൽ പ്രിഫൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാമോ? പ്രിഫൈസ് പല ബുക്കുകളൊക്കെ എഴുതുന്നുണ്ടാവും. അതിന്റെ ഫ്രണ്ട് പേജ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. പ്രിഫൈസ്. റെഫറൻസ്. റെഫറൻസ് അറിയാലോ, സൂചനകൾ. റെലവൻസ്. റെലവൻസ് ടു.
റെലവൻസിന്റെ മീനിങ് എന്താണ്? നമ്മൾ പറയാറില്ല ചില കാര്യങ്ങൾ വളരെ റെലവെന്റ് ആയ വിഷയമുണ്ട് എന്ന് പറയാറില്ല. എന്താണ്? ഇമ്പോർട്ടന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസക്തിയുള്ള, സമകാലീനമായ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. റിപ്ലൈ. മിസ്റ്റേക്ക് ഉണ്ട്, REPLY ഉള്ളൂ, എ വേണ്ട, REPLY. യെസ്, ഓക്കെ ഓക്കെ, ഞാൻ വരുമ്പോൾ പറയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് പ്രതിരോധിക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എന്താണ് പ്രിഫേഴ്സിന്റെ അർത്ഥം എന്താ? ആമുഖം. ആമുഖം ആമുഖം മുഖമുര ആമുഖം എന്നൊക്കെ പറയില്ലേ? യെസ്. ഇനി റിട്ടേൺ ടു. റിട്ടേൺ ടു. ഓക്കെ ഓക്കെ ഓക്കെ, റിട്ടേൺ ടു, തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരാള് വരും. ഓക്കെ 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 ഓക്കെ, വായിച്ചോളൂ സിമി. ആൻസർ വായിച്ചോളൂ. ആൻസർ ടു. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസർ ടു. അതിന്റെ അടിയിലോടത് ആന്റിഡോട്ട്. ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിവിധി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്രോച്ച് എന്ന് പറഞ്ഞാല് അടുത്തടുത്ത് വരിക, സമീപിക്കുക. ഓക്കെ, അപ്രോച്ച് ടു. മൂന്നെണ്ണം വായിച്ചു, അതിന് രണ്ടും കൂടി വായിച്ചു. എക്സെപ്ഷൻ കേട്ടോ, എക്സെപ്ഷൻ. രണ്ടു മൂന്ന് വാക്കുകൾ അങ്ങനെ ഒരേപോലെ. എക്സ്പെക്ട്, എക്സെപ്ഷൻ, അംഗീകരിക്കുക, അങ്ങനെയൊക്കെ വാക്കുണ്ട്. അപ്പൊ ഇത് എക്സെപ്ഷൻ ആണ്. നമ്മൾ പറയല്ലേ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടാന്ന് നോക്കിയാൽ മുതിർന്നവർക്ക് എക്സെപ്ഷൻ ടു. ഒഴിവാക്കുകയാണോ സാർ അർത്ഥം? ഒഴികെ. ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ പറയാറില്ലേ? പ്രതിരോധ ശക്തി എന്നാണോ? രോഗപ്രതിരോധം, ഇമ്മ്യൂൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കം. ഇൻട്രൊഡക്ഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. ഇൻട്രൊഡക്ഷൻ. ഞാൻ മറ്റൊരു വായിച്ചു. സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സൊല്യൂഷൻ പറയാ, ഒരു മറുപടി, പരിഹാരം പറയാ. കഴിഞ്ഞാല് ചില ആൾക്കാര് ത്രട്ടൺ ചെയ്തു പോയി എന്നൊക്കെ പറയാറില്ലേ? ഭീഷണി. അടുത്തത് വിറ്റ്നസ്, തെളിവ്, സാക്ഷി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അടുത്തൊരാള് വരും. ലിൻസി. സുരമ്യ. ഓക്കെ, സുരമ്യ. അപ്പൊ സുരമ്യ, ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുന്ന വാക്കുകളാണ്. ഇവിടെ നോക്കിയേ, ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ഫോർ. ഇത് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഫോർ ആണ്. ഫോർ. ഓക്കെ ഓക്കെ. അപ്പൊ വായിക്കുന്നു, അതിന്റെ കൂടെ ഫോറും ചേർത്ത് ഒന്നുകൂടി വായിക്കുന്നു. ആ ഒരു 3, 2, 5, 2, 7, 9 ഉണ്ട്. അത് വായിച്ചു അടിയിൽ. Okay, sir. Here is list of nouns which usually four, often have four after them. Admiration for. Admiration വാക്കെന്ന് വെച്ചതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള വാച്ച് അറിയാം. ആദരവ്, ബഹുമാനം. അപ്പിറ്റേറ്റ് നമ്മള് ഭക്ഷണത്തിനൊക്കെ പറയാറില്ലേ? ഒരു അപ്പിറ്റേറ്റ്. ചില ആൾക്കാര് ഒരു ഭക്ഷണത്തിന് മുമ്പ് ഒരു സ്മോൾ അടി, ഒരു അപ്പിറ്റൈസർ എന്ന് പറയാറില്ലേ? അപ്പിറ്റേറ്റ് ഫോർ. അടുത്തത് സർ, അപ്പിറ്റേറ്റിന്റെ ഒരു അർത്ഥം പറയാമോ സർ? ബിഷപ്പ്. Aptitude
Aptitude 4. പലപ്പോഴും ഈ 4 നമുക്ക് ചില ബാങ്ക് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ അവിടെ വരുന്നൊരു ചോദ്യത്തിന്റെ ഹെഡിങ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. Okay. ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ സാമർത്ഥ്യം, കഴിവ്, സാമർത്ഥ്യം, കഴിവ്, സാമർത്ഥ്യം. ഓക്കെ 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 ഓക്കെ. Substitute. Substitute 4. സബ്സ്റ്റിറ്റ്യൂട്ട് 4. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, നമ്മൾ കളികളിലൊക്കെ പകരം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ബിഡ്. Bid 4. ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം എന്നാണ്, ലേലം കേട്ടോ. പിന്നെ പിന്നെ പറയുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് Craving 4. ക്രാവിംഗ് 4. ആശ എന്നാണ് അർത്ഥം. ആശ, ആഗ്രഹം, ഡിസയർ എന്നൊക്കെയാണ് ക്രാവിംഗ് എന്ന് പറയുന്ന വീടിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ക്രെഡിറ്റ്, അംഗീകാരം എന്നർത്ഥമുണ്ട്. കടം എന്നർത്ഥമുണ്ട്. കടം, ക്രെഡിറ്റും ഡെബിറ്റും ഒരാളെ. ചോദിച്ചോട്ടെ സാറേ, ക്രേവിങ്സ് ഒന്ന് വായിക്കോ? അത് ക്രേവിംഗ്, കൊതി അങ്ങനെ വായിക്കുന്ന അതാണോ? അത് തന്നെയാണ്, അത് തന്നെയാണ്. ഓക്കെ സാർ. അടുത്തത് ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖപ്പെടുക, സുഖമാവുക. ക്യൂറിംഗ്. ഓക്കെ ഓക്കെ. അടുത്തത് സുഖപ്പെടുക, സുഖമാവുക. ഡിമാൻഡ്, പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറയാറില്ലേ, അവിടെ വാക്ക് ഉപയോഗിക്കുന്നതാണ് ഈ വേർഡ്. ഡിമാൻഡ്. ഡിമാൻഡ് 4. ഡിമാൻഡ് ചെയ്യാൻ ആവശ്യം. ഓക്കെ, ആവശ്യം. ഓക്കെ, ഡിമാൻഡ് 4. ഡിമാൻഡ് 4 കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിമാൻഡ് ഫോർ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ആവശ്യം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് സുരമ്യ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തൊരാള്. ഓക്കെ, അത് ഇപ്പൊ 5 കഴിഞ്ഞിട്ട് എടുത്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, 5 എടുത്തോളൂ. ഡിസൈർ ഓടി വായിച്ചു താഴെ. ഡിസയർ 4. ഡിസൈർ എന്ന് പറയുന്നത് ആഗ്രഹം. ആഗ്രഹം, വെരി ഗുഡ്. ഡിസ്ലൈക്ക് 4. ഡിസ്ലൈക്ക് 4. ഇഷ്ടമില്ലാത്ത, ലൈക്കാണ് ഇഷ്ടം, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹങ്കർ 4. ബിഷപ്പ്. ലവ് 4. സ്നേഹം. നീഡ് 4. നീഡ് എന്ന് പറഞ്ഞാല് ആവശ്യം. ഓക്കെ ഓക്കെ, നീഡ് 4. പ്രൊവിഷൻ 4. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചില സ്റ്റോർ ഒക്കെ നടത്തുമ്പോൾ അറേഞ്ച്മെന്റ് ഓർ പ്രിപ്പറേഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, പ്രൊവിഷണൽ സ്റ്റോർ. പല അർത്ഥങ്ങളുണ്ട്. പ്രൊവിഷണൽ സ്റ്റോർ, ആഹാരം, ഭക്ഷ്യവസ്തുക്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ക്യുസ്റ്റ് 4. എന്ന് പറഞ്ഞാല് അടക്കാനാവാത്ത ആഗ്രഹമില്ലേ, അതിന് ഇവിടെ വരുന്നത് അന്വേഷണം, അടക്കാനാവാത്ത ചില ആഗ്രഹങ്ങൾ. ഓക്കെ ഓക്കെ. റെസിപ്പി പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകൾ. ഇഞ്ചി 2 പച്ചമുളക് 2, ഉപ്പ് ആവശ്യത്തിന്, ഇതൊക്കെ പറഞ്ഞ സംഗതി പറയില്ലേ, റെസിപ്പി. റെസിപ്പി എന്ന് പറയും. അതിനെ നമ്മളെന്ത് പറയും, മലയാളത്തിൽ പറയുമ്പോൾ പാചക ചാർട്ട്, പാചക. അടുത്തത് റിഗാർഡ് 4. റിഗാർഡ് എന്ന് പറയുന്നത് I have great regard about her opinion. Okay, with great regards. അപ്പൊ അവിടെ വേറെ അർത്ഥമുണ്ട്, അന്വേഷിച്ചായിട്ട് പറയുക, കൺവേ മൈ റിഗാർഡ്സ്, പിന്നെ പരിഗണിക്കുക എന്നർത്ഥമുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അഞ്ജു കൊള്ളാം, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അഞ്ജുവിന്റെ ഒപ്പം തന്നെ വേറെ ആൾ നേരത്തെ പറഞ്ഞല്ലോ, അഞ്ജുവിന്റെ കഴിഞ്ഞിട്ട് റെമഡി മീൻസ് ഒരു പരിഹാരം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ ഓക്കെ, റെമഡി 4. റെസ്പെക്ട്, ബഹുമാനം. റെസ്പെക്ട് ബഹുമാനം എന്നല്ലേ സാർ? റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്തം. റൂം തന്നെയല്ലേ? റൂം തന്നെ. റൂം പല സ്ഥലത്ത് കണ്ടില്ലേ, റൂം ഫോർ റെന്റ്. റൂം ടു റെന്റ് അല്ല, റൂം ഫോർ റെന്റ്. അടുത്തത്
സെർച്ച് ഫോർ പരിശോധിക്കുക, തിരയുക. സിമ്പതി മീൻസ് മനസ്സിലായി. ലവ്. ഓക്കെ. സിമ്പതി സിനോണിമി അതെനിക്ക് മനസ്സിലായില്ല സർ. സിനോണിമി നമ്മള് മലയാളത്തിൽ പറയുന്ന പര്യായം എന്ന് പറയാറ്. ഓക്കെ. അതാണ് സിനോണിമി, അതാണ് പര്യായം. ടേസ്റ്റ് ഫോർ ടേസ്റ്റ്, രുചി. ത്രസ്റ്റ് ആ വേർഡ് എനിക്ക് മനസ്സിലായില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ വിശപ്പ് എന്നുള്ളതിന്റെ കൂടെ സംഗതിയാണ്. ദാഹം. ഈ അടുത്തൊരാള്. സാർ ഞാൻ പറയാം. ഇനിയുള്ള വേർഡിന് നമ്മൾ നേരത്തെ 2 പറഞ്ഞു, 4 പറഞ്ഞു. ഇനി അടുത്തത് നോക്കിയേ. Here is a list of nouns which usually or often have on after them. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഈ വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്നത് എന്താണ്? ഓൺ. ഓൺ. വായിച്ചോളൂ. വായിക്കട്ടെ. അസാൾട്ട് ഓൺ. അസാൾട്ട് ഓൺ. അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്രമിക്കുക. അറ്റാക്ക് അല്ല സർ. രണ്ടാമത് വന്നേക്കണ അതേ അർത്ഥം തന്നെയാണ് കേട്ടോ. അത് ആക്രമണം. ബാൻ ഓൺ. ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയാറില്ലേ? നിരോധിക്കുന്നത്. ക്ലെയിം ഓൺ. ക്ലെയിം ഓൺ എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും മേളിൽ നമുക്ക് വാദിക്കുക. കമന്റ് ഓൺ. നമുക്ക് അഭിപ്രായം പറയുക. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത വായിച്ചോ. ചെറുതല്ലേ. കോൺസെൻട്രേഷൻ ഓൺ. കോൺസെൻട്രേഷൻ നമുക്ക് കർബ്. അത് തടസ്സം, കടിഞ്ഞാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. തടസ്സപ്പെടുത്തും, കടിഞ്ഞാൻ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അടുത്തത് ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് മീൻസ് ആശ്രയിക്കുക. ഓക്കെ. ഓക്കെ. ഇഫക്റ്റ് ഓൺ. പ്രതിഫലിക്കുക. ഓക്കെ. ഓക്കെ. ഇഫക്റ്റ്. ഹോൾഡ് ഓൺ. രണ്ടാണ് കേട്ടോ. ഇഫക്റ്റ് അതിന് ശേഷമുള്ളതാണ്. അഫക്റ്റ് ബാധിക്കുക. ഓക്കെ. ഓക്കെ. ഹോൾഡ് ഓൺ. ഇഫക്റ്റ് ഫലം, അനന്തരഫലം. അതിന്റെ ഇഫക്റ്റ് എന്താണ്? അതിന്റെ എഫക്ട് എന്ന് ചോദിക്കാറില്ലേ? മരുന്ന് കഴിച്ചിട്ട് അതിന്റെ എഫക്ട് എന്താണ്? അവിടെ വല്ല ഇഫക്റ്റ് ഇതാണ്. ഹോൾഡ് ഓൺ. പിടിക്കുക. ഓക്കെ. വേറെ പല അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. പിടിക്കുക. ഒരു മിനിറ്റ് ഒരാൾ എഴുതുന്ന കൊണ്ടോട്ടെ. ഓക്കെ. അടുത്തത് ഇൻസിസ്റ്റ്. ഇൻസിസ്റ്റൻസ് ഓൺ. കമ്പൽ. അതാണ് ഇൻസിസ്റ്റൻസ്. റിക്വയർമെന്റ് ഫോർ എനിത്തിങ്. റിക്വയർമെന്റ്. റിഫ്ലക്ഷൻ ഓൺ. പ്രതിഫലിക്കുക. ഓക്കെ. റിലയൻസ് ഓൺ. റിലയൻസ് വിശ്വാസമാണ്. റിലേ ഓൺ യു റിലേ ഓൺ മീ. നീ എന്നെ വിശ്വസിക്കുക. യെസ്. ഓക്കെ. റിലയൻസ്. റെസ്ട്രിക്ഷൻ ഓൺ. റെസ്ട്രിക്ഷൻ അറിയാവുന്ന വാക്കല്ല. റെസ്ട്രിക്ഷൻ നമുക്ക് എന്താ ഒരു കടിഞ്ഞാൻ ഇടുക. റെസ്ട്രിക്ട് ചെയ്യുക, നിയന്ത്രിക്കുക. അടുത്തത് ടാക്സ് ഓൺ. ടാക്സ് അറിയാവുന്ന വാക്കാണ് അതിന്റെ കൂടെ വരുന്നത്. ടാക്സ് ഓൺ. ടാക്സ് ഓൺ ടി. ടാക്സ് ഓൺ ഗുഡ്സ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഷാമിലി, വെരി ഗുഡ്. ടാക്സ് മീനിങ് സർ. ടാക്സ് നികുതി. യെസ്. ഇനി അടുത്തൊരാള്. ഞാൻ വായിക്കാം. ഓക്കെ. ലിൻസി പറഞ്ഞോളൂ. Here is a list of nouns which usually or often have with after them. Yes. അപ്പൊ ഇതിന്റെ കൂടെ വേണ്ട വേർഡ് ഏതാണ്? പ്രിപ്പോസിഷൻ ഏതാണ്? വിത്ത് ആണ്. അപ്പൊ നമ്മൾ 2 നോക്കി, 4 നോക്കി, ഓൺ നോക്കി, പിന്നെ വിത്ത് ആണ് ഇപ്പൊ നോക്കുന്നത്. With. Yes. Affinity with.
അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഓർ അട്രാക്ഷൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യോജിപ്പ്. ഓക്കെ, ലൈക്ക്, ഇഷ്ടം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് കൊലൂഷൻ. പൊല്യൂഷൻ, പൊല്യൂഷൻ, കൊളീഷൻ. ഗൂഢാലോചന നടത്തുക. കൂട്ടിമുട്ടുക, സംഘടനം എന്നൊക്കെ അർത്ഥമുള്ളൂ. ഓക്കെ ഓക്കെ. അടുത്തത് കണക്ഷൻ. കണക്ഷൻ വിത്ത്. നമുക്കറിയാവുന്ന കണക്ട് ചെയ്ത് പറയാം. ഓക്കെ. കോൺട്രാസ്റ്റ് വിത്ത്. കോൺട്രാസ്റ്റ് ബന്ധമില്ലാത്ത ഇപ്പൊ കോൺട്രാസ്റ്റ് കളേഴ്സ് എന്ന് പറയില്ല സർ. ഒരു കാര്യം പറഞ്ഞിട്ട് അതിനോട് യോജിപ്പില്ല, ബന്ധമില്ലാത്ത വേറെ കാര്യമല്ലേ കോൺട്രാസ്റ്റ്. കറസ്പോണ്ടൻസ് വിത്ത്. കറസ്പോണ്ടൻസ് കറസ്പോണ്ടൻസ് ഐ ഡോണ്ട് നോ സർ. മെയിൽ അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഓർ മെയിൽസ് അതുപോലെ ഒരുമിച്ചിരിക്കുക. കറസ്പോണ്ടൻസ് നിങ്ങൾ തമ്മിൽ ഇപ്പൊ വല്ല കറസ്പോണ്ടൻസ് അതായിട്ട് ചോദിക്കാറില്ലേ? നിങ്ങൾ തമ്മിൽ ഡേറ്റ് വിത്ത്. ഡേറ്റ് വിത്ത്. ഓക്കെ. ഡീലിംഗ്സ് വിത്ത്. എന്തെങ്കിലും ഡീലിംഗ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. കൈകാര്യം ചെയ്യുക. ട്രാൻസാക്ഷൻ. ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്. സാറ്റിസ്ഫൈ അല്ല. ഓപ്പോസിറ്റ് ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ മീൻസ് സംതൃപ്തി. ഡിസാറ്റിസ്ഫാക്ഷൻ അസംതൃപ്തി. ഡിസാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ഇല്ലായ്മ, അസംതൃപ്തി. സംതൃപ്തി ഇല്ലായ്മ. ഓക്കെ ഓക്കെ. അസംതൃപ്തി. അസംതൃപ്തി. ഓക്കെ. എൻകൗണ്ടർ വിത്ത്. എൻകൗണ്ട് ചെയ്യാന്നൊക്കെ. ഏറ്റുമുട്ടൽ. ഫെമിലാരിറ്റി വിത്ത്. ഫെമിലാരിറ്റി നമുക്ക് വളരെ പരിചയം, അടുപ്പം. ഓക്കെ ഓക്കെ. ഫെമിലിയർ, ഫെമിലാരിറ്റി. അടുത്തത് ഐഡന്റിഫിക്കേഷൻ വിത്ത്. നമ്മള് ഐഡന്റിഫൈ ചെയ്യാ. അപ്പൊ തിരിച്ചറിയൽ. ഇന്റിമസി വിത്ത്. ക്ലോസർ, നമുക്ക് മറ്റൊരാളോടൊരു ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ. ഇൻവോൾവ്മെന്റ് വിത്ത്. എന്തിനെങ്കിലും നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങള്. ഓക്കെ. ലിങ്ക് വിത്ത്. ലിങ്ക് വിത്ത് മീൻസ് കണക്ട് ചെയ്ത് പറയാ. ക്വാറൽ വിത്ത്. വഴക്ക് കൂടുന്നത്. റിലേഷൻഷിപ്പ് വിത്ത്. ബന്ധം എന്നുള്ളത് റിലേഷൻഷിപ്പ്. സിമ്പതി വിത്ത്. ഒരു സിമ്പതി നേരത്തെ പറഞ്ഞ മാതിരി സഹതാപം ഉണ്ടാവുക. സിമ്പതിക്ക് രണ്ടെണ്ണം വരും കേട്ടോ, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സഹതാപം അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു എന്തെങ്കിലും കാര്യം പറയാം, അപ്പൊ ഒരു ആളോട് നമുക്ക് സഹതാപം തോന്നുകയാണെങ്കിൽ ആ വിത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോ വയനാട്ടിൽ നിന്ന് പറയുകയാണ്, ഞാൻ വയനാട്ടിലുള്ള ദുരന്തം വന്നു കഴിയുമ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം സിമ്പതി വന്നിട്ടുണ്ട്. അപ്പൊ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോടായിരിക്കും, അതല്ലാതെ ഉള്ളതിന്റെയൊക്കെ നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഐ ഫീൽ സിമ്പതി ഫോർ ദ ബെഗർ വിത്ത് ദ ബെഗർ. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് രീതിയിൽ സിമ്പതി വരാം. ഒരു ദുഃഖ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദുഃഖം വരാം, സിമ്പതി വരാം അതിനോട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ആളെ കാണുമ്പോൾ നമുക്കൊരു സിമ്പതി വരാം. ആളെ കാണുമ്പോൾ വരുമ്പോഴാണെങ്കിൽ നമുക്ക് വിത്ത് ഉപയോഗിച്ചാൽ. പിന്നെ ഇതും കൂടെ പറയല്ലേ സർ, അണ്ടർസ്റ്റാൻഡിങ് ഫോർ സമൺ സംതിങ്. ശരി. ഓക്കെ. സിമ്പതൈസ്. ദയ തോന്നില്ലേ സാർ? എന്തോ ദയ. ദയ എന്നർത്ഥമുണ്ട്. ശരിയാണ്. സിമ്പതി, ഫീൽ സിമ്പതി. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇനി നമ്മൾ ഇന്ന് 1-2 ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. ഇപ്പൊ 15 ആയി. യെസ്. അപ്പൊ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്.
നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയായിട്ടോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സർ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒന്നും പറഞ്ഞില്ലായിരുന്നോ? അത് പറഞ്ഞിട്ടില്ല അതിലൊന്നും അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. നമുക്ക് ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മള് ചർച്ചയ്ക്ക് ഒരു വിഷയം പറ്റില്ല. അപ്പൊ ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞ് ഫ്രണ്ടിലെ ലെറ്റർ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു മകൾക്ക് ഫുൾ A+ കിട്ടി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അന്ന് നമ്മളൊരു ബാലൻസ് നിർത്തിയ കാര്യമാണ് ഒഫീഷ്യൽ ലെറ്റർ. അപ്പൊ ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ ആദ്യം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഫ്രം എന്ന് പറഞ്ഞ് എഴുതുന്നു. ആ ഫ്രം എന്ന് എഴുതിയിട്ട് ആ എമ്മിന്റെ അടിയിൽ നിന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ആ വക കാര്യങ്ങൾ, സ്ഥലം, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ടു, ആ ഫ്രമിന്റെ നേരെ അടിയിലായിട്ട് ടു എന്ന് എഴുതുന്നു. ടു എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഉണ്ടാവും മാർക്കാണെന്ന്. അത് നമുക്ക് അവിടെ ആരോടാണ് നമുക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിലേക്കാണെങ്കിൽ പ്രിൻസിപ്പൽ, ഇനി അതല്ല ബാങ്കിലേക്കാണെങ്കിൽ ഇത് മാനേജർ, ബാങ്കിന്റെ പേര് അല്ലെങ്കിൽ സ്കൂളിന്റെ പേര്, സ്ഥലം. ഓക്കെ. അപ്പോ ഏറ്റവും മുകളിൽ ഫ്രം എഴുതി, അതിന്റെ ചുവട്ടിൽ ടു വന്നു. ആ ടൂവിന്റെയും താഴെയായിട്ട് കറക്റ്റ് നേരെയായിട്ട് സർ അല്ലെങ്കിൽ മാഡം എന്ന് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമയുണ്ട്. എന്നിട്ട് ആ സർ എന്ന് എഴുതിയേക്കുന്നതിന്റെ താഴെ നിന്ന് കുറച്ച് വലത്തോട്ട് മാറ്റിയിട്ട് അവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നത്, സബ്ജക്റ്റ് SUB എന്നിട്ടിട്ട് 2 കുത്തിടുക. അപ്പോ ഈ നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അയാൾക്ക് ഈ ലെറ്റർ മുഴുവൻ വായിച്ചു നോക്കാതെ ഈ സബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ ഇന്നതാണ് വിഷയം എന്നറിയാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് എന്നെഴുതുന്നത്. ഇന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് ഒരു ഒറ്റ വരിയിൽ ആ സബ്ജക്റ്റ്, ആ വിഷയം മാത്രം പറയുക. ഓക്കെ. ചിലപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിൽ ഇത് ഇന്ന സെക്ഷനോട്ട് പോകേണ്ടതാണ്, അപ്പൊ അങ്ങോട്ട് മുഴുവൻ വായിക്കേണ്ട പിടിക്കും, അല്ലാണ്ട് കിടത്ത് ഇവിടെ. ആ സബ്ജക്റ്റ് എഴുതിയതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ REF റെഫറൻസ് എന്ന് പറയും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എവിടെ നിന്ന് അറിഞ്ഞു, എങ്ങനെ അറിഞ്ഞു, അത് പറയണം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. മലയാള മനോരമ പത്രത്തില് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടു. ഓക്കെ. മലയാള മനോരമയുടെ പത്രത്തിലാണ് നിങ്ങൾ ഈ പരസ്യം കണ്ടത്. ഓക്കെ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ ഒരു അപേക്ഷ അയക്കുകയാണ്. ആ അപേക്ഷയുടെ ഒപ്പം ഒരു കരിക്കുലം വേറെ വരും. അത് അവിടെ നിൽക്കില്ല, അത് നമുക്ക് പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഒപ്പം നമ്മളൊരു അപേക്ഷയും കൂടി വെക്കുന്നു. ഈ അപേക്ഷയുടെ ഫസ്റ്റ് പേജിൽ, അതിന്റെ അടിയിലത്തെ പേജിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത്, ഈ CV ഉള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചിരിക്കുകയാണ്. ആ അപേക്ഷയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഫ്രം വെച്ചു, ടു വെച്ചു, സർ കഴിഞ്ഞു, സബ്ജക്റ്റ് കഴിഞ്ഞു. സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ എഴുതി, വിഷയം എഴുതി, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പൊ അവിടെ കിട്ടുന്ന ആൾക്ക് മുഴുവൻ വായിച്ചു നോക്കാതെ തന്നെ ഇത് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ സബ്ജക്റ്റിന്റെ അടിയിൽ റെഫറൻസ് വെച്ചിരിക്കുകയാണ്. എങ്ങനെ നമ്മളിത് അറിഞ്ഞു? അപ്പൊ നമ്മൾ റെഫറൻസിന് എഴുതിയിട്ട് അതിന്റെ നേരെ എഴുതി യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ മലയാള മനോരമ ഡെയിലി ഡേറ്റഡ് ഇത്രാം തീയതിയിലെ മലയാള മനോരമ പത്രത്തിൽ നിങ്ങൾ കൊടുത്ത പരസ്യം. അങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പൊ റെഫറൻസ് പോയി, ഏത് സബ്ജക്റ്റ് ആണ്, എങ്ങനെ നമ്മളത് അറിഞ്ഞു. ഓക്കെ, ഇതാണ്. ഇനി അവിടെ നിന്നുള്ളത് നമ്മൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തു. അപ്പൊ ഇത്രയും വരെ നിങ്ങൾ ഇനി പറയണ്ട, ഇവിടുത്തെ താഴേക്ക് പറഞ്ഞാൽ മതി. അതായത് നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ പത്രത്തിലെ പരസ്യം ഞാൻ കണ്ടതനുസരിച്ച് ഞാൻ ഇന്ന ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ എവിടെ വരെ പഠിച്ചു, എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്ക് ഏതൊക്കെ ഭാഷകൾ സംസാരിക്കാൻ അറിയാം, ഈ ജോലിയിൽ എനിക്കുള്ള മുൻ എക്സ്പീരിയൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സൂചിപ്പിക്കുന്ന 2 ഡയലോഗും കൂടി ലാസ്റ്റ് പറഞ്ഞിട്ട് ലാസ്റ്റ് വഴി നമ്മൾ പറയുന്നു മൈ CV ഈസ് എൻക്ലോസ്ഡ് ഹിയർ വിത്ത്. ഇതിന്റെ കൂടെ എന്റെ CV ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. ഓരോന്ന് എല്ലാം തിരിച്ച് കറക്റ്റ് ആയിട്ട് ഒരു CV-യും കൂടി അതിന്റെ കൂടെ നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്നത് എന്താണ്, നമ്മൾ അതിന്റെ കൂടെ വെക്കുന്ന അപേക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ആരാണ് നമുക്ക് സാറേ ഇതൊന്ന് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്?
ഒരു ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതാരാണ്? മേഘന ആരംഭിച്ചോ. ഐ വിൽ സപ്പോർട്ട് യു. മേഘന പറയുമ്പോഴേക്കും ഓരോരുത്തരും മനസ്സിൽ കുറിച്ച് വെക്കാം. അപ്പോ സബ്ജക്റ്റ് കഴിഞ്ഞു, അതിനോടൊപ്പം തന്നെ അതിന്റെ താഴെയുള്ള റെഫറൻസ് കഴിഞ്ഞു. ഞാനിപ്പോ തുടങ്ങി വെക്കാണ്. വിത്ത് റെഫറൻസ് ടു യുവർ advertisement in Malayalam Manorama, I would like to apply for the post of sales executive. First very number easy. With reference to your I am writing to express my interest in the sales executive positions at company with number of experience in sales and proven task record of consistently track meeting or exceeding targets. Yes. എത്ര എഴുതിയിട്ടുള്ളൂ, ഇനി എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നോട്ടെ. ഇനി ഇപ്പൊ ഇതിനകത്ത് എന്താണ് മേഖലയുടെ ക്വാളിഫിക്കേഷനുകൾ ഒരു വഴി വന്നോട്ടെ. പിന്നെ മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കൂടി വന്നോട്ടെ. ഐ ആം എ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഐ ആൾസോ പാസ്ഡ് ദി കമ്പ്യൂട്ടർ diploma in computer application. അല്ലെങ്കിൽ ഐ എം വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് I am confident that I possess that the skill and expert required to excel in the roles. Okay. Then അത്ര എഴുതിയിട്ടുള്ള സർ ഞാൻ. അഞ്ജു. Yes sir. നമുക്ക് ഇതൊരു അപേക്ഷ അയക്കേണ്ടി വരും ജീവിതത്തിൽ. കാരണം ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നമുക്ക് നേഴ്സറി ടീച്ചറിനെ ജോലി കിട്ടുവാനാണെങ്കിലും നമുക്ക് മാനേജർക്ക് ഒരു കത്ത് കൊടുക്കണ്ടേ? ആ കത്ത് വായിച്ചതിന് ശേഷം മാനേജർക്ക് തോന്നണ്ടേ ഈ കൊച്ചിനെ വിളിക്കട്ടെ, ഇന്റർവ്യൂവിന് വിളിക്കും, അതിന് തോന്നണ്ടേ? അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നേഴ്സറി ടീച്ചർ നമ്മൾ ഹെഡിങ് കൊടുത്തു. അതിന്റെ അടിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? അവര് കൊടുത്ത പരസ്യം, ആ പരസ്യം ഉണ്ടെങ്കിൽ ആ പരസ്യം വഴി നമ്മൾ അറിഞ്ഞു നമ്മൾ കൊടുത്തു. അല്ലെങ്കിൽ യുവർ അഡ്വർടൈസ്മെന്റ് ഗിവൺ ഇൻ സ്കൂൾ നോട്ടീസ് ബോർഡ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ നോട്ടീസ് ബോർഡ് ഇട്ട പരസ്യം. അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വരി നമ്മൾ എഴുതുകയാണ്. വിത്ത് റെഫറൻസ് ടു യുവർ നോട്ടിഫിക്കേഷൻ ഐ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് നേഴ്സറി ടീച്ചർ. ഞാൻ നേഴ്സറി ടീച്ചറിന്റെ അപേക്ഷയ്ക്കുള്ള അപേക്ഷ ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ അഞ്ജുവിന് ഈ ജോലിക്ക് കൊടുക്കാവുന്ന ഡീറ്റെയിൽസ് വെച്ച് പറഞ്ഞു. No problem. ഓരോരുത്തരും അങ്ങനെ നോക്കിക്കോ. With the reference to your advertisement in the school notice board, I apply for the post of. ഞാൻ നേരത്തെ മേഖല പറഞ്ഞപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് അതൊന്നും മാറ്റി പിടിച്ചാണത്. I apply for the post of nursery teacher. Yes. I complete graduation. I completed my graduation. പിന്നെ നമുക്ക് വേണമെങ്കിൽ വർഷവും പറയാം. ആദ്യം പഴയതല്ല പുതിയതാണെന്ന് വേണം വരുത്താം. I completed my graduation in വർഷം പറഞ്ഞു. ഓക്കെ. പിന്നെ and I also എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് അതിനെ കുറിച്ച് പറയാം. I also passed the Montessori course. Yes, I completed the Montessori course. I have the certificate of Montessori course. Okay. And I have the വരുന്നതിന് മുമ്പ് 2 വർഷം വേറെ നഴ്സറിയിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയൂ. എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. I have 2 years experience. I have 2 years experience in teaching. പഠിപ്പിക്കുന്നതിന്. ഓക്കെ. 2 വർഷം പഠിപ്പിച്ച് അഞ്ജുവിന് പരിചയമുണ്ട്. പക്ഷെ ഇപ്പൊ അഞ്ജു പഠിപ്പിക്കല്ലേ. ഇപ്പൊ അഞ്ജു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യണം. നേരത്തെ 2 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യണം. അപ്പൊ അത് പറയാ പ്രസന്റ്ലി. work in a private company. Private company as an accountant. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാം. ഓക്കെ. ഇപ്പൊ എവിടെ വരെ പഠിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ
ഒരു കാര്യം കൂടി വിട്ടുപോയി. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അഞ്ജുയുടെ കയ്യിലുണ്ടെങ്കിൽ, വേറെന്തെങ്കിലും സംഗതികൾ കയ്യിലുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. എന്തെങ്കിലും ഉണ്ടോ? I have done cyber plus computer course. Yes, yes. Okay. അപ്പൊ അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. എക്സ്പീരിയൻസ് പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഒരു ലക്ഷ്യം പോലെ, അതായത് ജീവിതത്തിലെ ഒരു ആഗ്രഹം പോലെ ഒരു കാര്യം പറയാം. എനിക്ക് നേഴ്സറി ടീച്ചർ അധ്യാപികയാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ വളരെ ഒരു അംബിഷനാണ്, എന്റെ ആഗ്രഹം അതാണ്. അത് നമ്മൾ അവിടെ സൂചിപ്പിക്കുകയാണ്. My ambition to become a nursery teacher. Yes, okay. ഇനി നമ്മൾ ഒന്നുകൂടി സൂചിപ്പിക്കാം. നിങ്ങളുടെ സ്കൂളിലെ ഒഴിവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. I am waiting for അപ്പൊ നമുക്ക് I am എന്നുള്ളത് I was eagerly waiting for your for a vacancy in your school. അല്ല, I was eagerly waiting for your vacancy in your school. Okay. അപ്പൊ അത് ശരിയായി. അപ്പൊ അവരത് സൂചിപ്പിച്ചു. ഈ അഞ്ജുവിന് തോന്നുന്ന, അല്ല അഞ്ജുവിന് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ ഉറപ്പുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് I can easily mingle with the children. Okay. അപ്പൊ നോക്കേ, നമ്മളത് പറയുമ്പോ അഞ്ജു ഇപ്പൊ ആ വാക്ക് വന്നു കഴിഞ്ഞപ്പോ അതങ്ങോട്ട് വളരെ അയക്കാൻ എനിക്ക് കഴിയും എന്ന് പറയുമ്പോ ഒരു അഹങ്കാരം പറയുന്നു എന്ന് പോലെ തോന്നരുത്. അപ്പൊ എന്ത് ചെയ്യണം? അതേ കാര്യം തന്നെ നമ്മളൊന്ന് പൊളൈറ്റ് ആയിട്ട് അവതരിപ്പിക്കാം. പൊളൈറ്റ് ആയിട്ട്. അപ്പൊ അഞ്ജു അഹങ്കാരിയാന്ന് പറയല, അഞ്ജു പാവമാണ്. പക്ഷെ നേരത്തെ ഇവിടെ വന്ന വാക്ക് ക്യാൻ എന്നായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നു പറയുന്ന പോലെ ഒന്ന് പൊളൈറ്റ് ആയിട്ട് പറയാം. ഐ ആം കോൺഫിഡന്റ് ടു മിങ്കിൾ വിത്ത്. എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ല, അതിനൊന്ന് പറഞ്ഞ കാര്യം തന്നെ. അത് കുറച്ചുകൂടി ഒന്ന് ഭവ്യതയില് കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ആ രീതിയിൽ അങ്ങോട്ട് പറയാം. നമ്മുടെ കത്ത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് അവർക്ക് വേണ്ട. ഐ ആം ഫുള്ളി കോൺഫിഡന്റ് വിത്ത് നഴ്സറി. പിന്നെ അഞ്ജു ഡാൻസ് കളിക്കുമോ? ഭരതനാട്യം ഡാൻസ്. പറയത് കുട്ടികളെ കൊണ്ട് ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക അങ്ങനെയൊക്കെ വേണ്ടേ? അപ്പൊ അത് പറയുന്നത് അത് പറയേ. അത് നിങ്ങളിലേക്ക് തന്നെ നോക്ക്. നമ്മുടെ ഈ അപേക്ഷ കാണുമ്പോൾ റിജക്റ്റഡ് എന്ന് പറയുന്ന കൊട്ടയിലോട്ട് പോകരുത്. വിളിക്കുക കൊച്ചിനങ്ങൾ എന്നോടൊന്ന് ചോദിക്കും, എന്നിട്ട് മതി വേറെ ആളെ നോക്കുന്നത് എന്നൊരു തോന്നല് വേണ്ട. ആ ആപ്ലിക്കേഷൻ ലെറ്ററിൽ അതിന്റെ മാറ്ററുകൾ ഉണ്ടാവണം. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, അഞ്ജു ആണ് സ്കൂൾ നടത്തുന്നതെന്ന് വിചാരിക്കും. അപേക്ഷ എടുത്ത് വായിച്ചിട്ട് ഇത് എന്തിട്ടാണ് എഴുതിയിരിക്കുന്നത്? ഒരു അപേക്ഷ ഒരു മര്യാദക്ക് എഴുതാൻ അറിയാൻ പാടില്ല. ഇതാണ് നമ്മൾ പഠിപ്പിക്കാൻ പോണേ. അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അഞ്ജു ഒരു മാനേജറാന്ന് വിചാരിക്കും. വാട്ട് യു വിൽ തിങ്ക്? എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും അഞ്ജുവിന്റെ സ്കൂളിലേക്കുള്ള പിള്ളേരെ സംഘടിപ്പിച്ചു വെച്ചേക്കണേ. ഒരു കുട്ടികൾക്ക് അവിടെ നിന്ന് കൊഴിയരുതെന്ന് വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം. ശരിയല്ലേ? അഞ്ജു ഒരു ഉദ്യോഗാർത്ഥിയാണ് ചിന്തിക്കല്ലേ. യു ആർ ദ മാനേജർ. യെസ്. അപ്പൊ ഞാനിത് അഞ്ജുവിനോട് പറഞ്ഞപ്പോ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു അപേക്ഷ തയ്യാറാക്കുന്നു. അടുത്ത ക്ലാസ്സിന് ഓരോരുത്തരും അവരവരുടെ അപേക്ഷ പരിഗണിക്കുന്നു. ഞങ്ങൾ അതിൽ നിന്ന് 10 അപേക്ഷ സെലക്ട് ചെയ്യും. ആരൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കണം എന്നുള്ള 10 അപേക്ഷ ഞങ്ങൾ സെലക്ട് ചെയ്യും. അപ്പൊ സെലക്ഷൻ കമ്മിറ്റി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. യെസ്. അപ്പൊ അപേക്ഷ നഴ്സറി ടീച്ചറിന്റെ സ്കൂളില് ഒരു വേക്കൻസി എന്ന് നിങ്ങൾ അറിയുന്നു. അവിടുത്തെ സ്കൂൾ ബോർഡിൽ ഇട്ട പരസ്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള സ്കൂളിൽ ഒരു ടീച്ചർ നിങ്ങളോട് വന്ന് പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ പോയി നോക്കിയപ്പോ ശരിയാണ്, സ്കൂൾ നോട്ടീസ് ബോർഡിൽ പരസ്യം ഇട്ടില്ല. അവർ പത്രത്തിലൊന്നും കൊടുത്തിട്ടില്ല. ഇത് വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടി നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും കുറച്ചു പേര് അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം എന്താണ്, ഇത് കിട്ടാൻ സാധ്യത അധികം പേര് അറിഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ അവിടെ നിങ്ങളുടെ ഒരു സിംഗിളി ആയിട്ടുള്ള ടീച്ചർ ഉള്ളതിന്റെ പേര് നിങ്ങൾ അറിഞ്ഞത്. അപ്പൊ നിങ്ങളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളതിന്റെ ഒരു അപേക്ഷ തയ്യാറാക്കുന്നു. ഫ്രം ടു നമുക്ക് വേണ്ട, അതൊക്കെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കോമൺ ആയിട്ട് അറിയാം. നമുക്ക് വേണ്ടത് അത് മാറ്ററാണ്. മാറ്ററിന് വരേണ്ട വിഷയം ഇതാണ്. നോട്ടീസ് ബോർഡിൽ ഞാൻ വിവരങ്ങൾ അറിഞ്ഞു, ഞാൻ അതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുകയാണ്.
ഞാൻ ഇന്നവരെ പഠിച്ചു, ഇന്ന ക്വാളിഫിക്കേഷൻ ഇന്നതൊക്കെ എനിക്ക് പറ്റും. എപ്പോഴും കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് നമുക്ക് അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ എന്നാൽ അവർ നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് അവർ ധരിപ്പിക്കുകയും ഈ അപേക്ഷ കണ്ടു കഴിഞ്ഞാൽ അവർ പറയണം വേറെ ആരെയും വിളിക്കേണ്ട, ആ കൊച്ചിനെ തന്നെ വിളിച്ചാൽ മതി, നമുക്ക് അതിനെ നേരിട്ട് വിളിച്ച് അതിനെ തന്നെ വിളിച്ചാൽ കൊടുക്കാം എന്ന് നമുക്ക് തോന്നണം. യെസ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? Sir, I have completed the letter, sir. What you told, that official letter about sales executive. അപ്പൊ അതൊന്ന് റെഡിയാക്കിക്കോളും, ഒന്നുകൂടി ഭംഗിയായിട്ട് റെഡിയാക്കിക്കോളും. വളരെ പൊളൈറ്റ് ആയിട്ട് സിമ്പിൾ ആയ കാര്യം വിളിച്ചിട്ട് സിമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങളത് തയ്യാറാക്കുന്നു. അടുത്ത ആഴ്ച നമുക്കതൊന്ന് വായിക്കാം. സോ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. പറഞ്ഞോളൂ റീജ. സ്റ്റാർട്ടിങ്ങില് നമ്മള് സർ, മാഡം അങ്ങനെയൊക്കെ പറയില്ലേ? ലാസ്റ്റ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെ റെസ്പെക്ട്ഫുള്ളി അങ്ങനെയൊക്കെ വിളിക്കില്ലേ? ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആയില്ല. ഒന്നെങ്കിൽ സാർ മാഡം ഒക്കെ നമ്മള് അഭിസംബോധന ചെയ്യില്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് സബ്ജക്ട് കൊടുക്കാതെ? അല്ലെങ്കിൽ സബ്ജക്ട് കൊടുത്തതിന് അല്ലല്ല, മാഡം എന്ന് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിലാണ് സബ്ജക്ട് റെഫറൻസ്. ഓക്കെ, അതിനും സാർ ഏറ്റവും ലാസ്റ്റ് റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കില്ലേ? ഫെയ്ത്ത്ഫുള്ളി, റെസ്പെക്ട്ഫുള്ളി, സിൻസിയർലി. അപ്പൊ ഒന്ന് റെഡിയാക്കാം, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ മാറ്റർ ഒന്ന് റെഡിയാക്കിക്കും. അപ്പൊ ഒന്ന് റെഡിയാക്കി വെച്ചോ, ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച ഓരോരുത്തരും വായിക്കുമ്പോഴും എന്റെ വായിക്കുന്നവരെ ഞാൻ നോക്കി നിൽക്കട്ടെ എന്നുള്ളതല്ല, നിങ്ങൾ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഒരു പോയിന്റ് വേറെ ആരെങ്കിലും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നത്. കാരണം ഓക്കെ, അപ്പൊ അന്നേരത്ത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പരസ്പരം പല ആൾക്കാരും പല സ്ഥലത്തല്ലേ, അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. എൻ്റെ അവള് അടിച്ചുകൊണ്ട് പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഓള് ചെയ്യുന്നത് ഇടുക്കിയിലാണ്, ഞാനിവിടെ ചെയ്യുന്നത് എറണാകുളത്താണ്. പിന്നെ ഞാൻ ഇടുക്കിയിൽ പോയി പഠിപ്പിക്കാൻ പോകുന്നില്ല, ഓള് ഇവിടെ വന്നിട്ട് എറണാകുളം ജില്ലയിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പോ നിങ്ങൾ അത് നോക്കുക, നമുക്ക് പറ്റിയൊരു വാചകം നിങ്ങൾ കാണുമ്പോൾ ഓക്കെ അത് കൊള്ളാട്ടോ, അത് നിങ്ങളൊന്ന് എങ്ങനെ വരുന്നത് സർ? റൈറ്റ് എ ലെറ്റർ, there is a job vacancy അങ്ങനെയാണോ? എന്തോ അതെങ്ങനെ ലെറ്ററിന്റെ ഹെഡിങ് എങ്ങനെ സർ? റൈറ്റ് എ ലെറ്റർ to the manager of the school applying for the post of write a letter to the manager of the name of the school നിങ്ങൾ കൊടുത്തോളൂ, applying for the post of nursery teacher. Post of nursery teacher. Nursery teacher. Okay. സാർ പറഞ്ഞില്ലേ ഐ ക്യാൻ പറയാതെ, അത് ആ ഒരു സെന്റൻസ് ഒന്നും കൂടെ പറഞ്ഞു തരാമോ? ഐ ആം കോൺഫിഡന്റ്. ഐ ക്യാൻ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് അഹങ്കാരം തോന്നണ്ടെന്ന് പറഞ്ഞാൽ ഐ ആം കോൺഫിഡന്റ്, ആ വാക്ക് അതേ സംഗതി തന്നെ. ഓക്കെ, അതായത് അഞ്ചു പറഞ്ഞാൽ നേരത്തെ കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് തെറ്റിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐ ആം ഫുള്ളി കോൺഫിഡന്റ്, ഐ ആം കോൺഫിഡന്റ് ഇൻ ഹാൻഡിലിംഗ്. എനിക്ക് ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യവുമായി അത് വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഇന്റർവ്യൂ പറഞ്ഞൊരു കടമ്പില്ലേ, ഞാൻ അതിനെ കുറിച്ച് അടുത്ത ദിവസം പറയാം. അപ്പൊ എന്റെ അനുഭവം വെച്ചിട്ട് തന്നെ ഞാൻ പറയാം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ റിജക്ട് ചെയ്യാനും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ആ ഇന്റർവ്യൂവിൽ അവർക്ക് പറ്റും. അത് നമ്മുടെ പെർഫോമൻസ് പോലെ. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. May God bless you. Okay, we will meet next time. Okay, ആരാണ് സൈൻ ഓഫ്? Idea Vigas. Okay, ഒരു I like everyone. I am Idea. I going to sign up jobs are classes. Thank you, jobs are. For the volume of my Everest for talking. Sign out God's classes to us. Thank you for your kindness and Everest. Thank you all. Okay. Welcome. Very good. Okay. So we will meet next time. Okay. Thank you, sir. 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 Okay.